എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ മേത്തി ദാൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ആദ്യം നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം 45 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പരിപ്പെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴുകി വെച്ചിരുന്ന പരിപ്പൊക്കെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ഉലുവയിലയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ ഉലുവയിലയിൽ ഒരുപാട് അഴുക്കും മണ്ണും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഞാനിത് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തൊന്നും എടുക്കാറില്ല. മുരിങ്ങയില നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് എടുക്കാറില്ലേ, അതുപോലെ ഈ ഉലുവയിലയും ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് 2 നുള്ള് കായപ്പൊടിയാണ്. 3 ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്ന സവാളയാണ്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഒരു തക്കാളി നമുക്കിതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കും തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരാനായിട്ട്. ഇപ്പോൾ തക്കാളി പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് നിറയെ മേത്തി ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരുപാട് കൂടുതലാണെന്ന് തോന്നും, പക്ഷേ ഈ ഇലയൊന്ന് വാടി കഴിയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 കപ്പ് പരിപ്പിന് ഞാൻ 1 കപ്പ് നിറയെ ഉലുവയില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റിനുള്ളിൽ തന്നെ ഇല നല്ലതുപോലെ വാടി വന്നോളും. ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് പരിപ്പാണ് ചേർക്കുന്നത്. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പരിപ്പ് വേവിച്ചെടുത്തത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ്
ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഉലുവയില ചേർത്ത പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിപ്പ് കറി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്